നിങ്ങളാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന റാഷിദ്. ഞാനിപ്പോ പറഞ്ഞ എന്താ, ഞാൻ 3 നേതാക്കന്മാരുടെ പേര് പറഞ്ഞു. 3 പേരും ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചവരുമാണ്. മാധ്യമങ്ങൾ നിങ്ങൾക്ക് വിമർശിക്കാം, മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. ഏതായാലും കോൺഗ്രസിനകത്ത് നിന്ന് തിരിയുന്ന തിരിപ്പുകളെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ തിരിപ്പുകളിൽ ഒരു പിടികിട്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. ഇതിപ്പോ ഒരുപാട് ദിവസമായി പല വിധത്തിൽ ഘടാക്ഷികളിൽ നിന്നടക്കം പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വയ്യ എന്ന് നിയുക്ത MLA-മാരുടെ അഭിപ്രായം അടക്കം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാത്തവരുടെയും ഒക്കെ നാട്ടുകാർക്കിടയിൽ അത്രയും അവമതിപ്പുണ്ടാക്കി ഈ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ, ഇത് നീണ്ടുപോകുന്നത് എന്നൊക്കെ. മാമച്ചൻ എന്നാ പറഞ്ഞു വരുന്നേ? ഒന്നുമില്ലെന്നേ. നിങ്ങളത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇന്നിപ്പോ KPC പ്രസിഡന്റ് ഒരു പരിധിവരെ അത് സമ്മതിച്ചിട്ടുണ്ട്. ശരിയാണ്, ആ വിജയത്തിന്റെ തിളക്കത്തിനൊരു അല്പം മങ്ങലേറ്റിട്ടുണ്ട് എന്നെങ്കിലും അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. ഇനി നാളെയെങ്കിലും ഉറപ്പിക്കാമോ? അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കണേ? എന്റെ നഖം തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്കുക. ഒറ്റയ്ക്ക് ഞാൻ കത്തില്ലാട്ടോ. കോൺഗ്രസ് പോലെയുള്ള ഒരു വലിയ ജനാധിപത്യ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയൊരു കാലയളവെടുത്തു എന്നൊന്നും ഇതിൻ്റെ അകത്ത് പറയാനില്ല. ഇപ്പോ ഒരു മുഖ്യമന്ത്രിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിരിക്കട്ടെ, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും പ്രഖ്യാപിക്കാൻ വേറെ ഒന്നും ചിന്തിക്കാനില്ല. തെരഞ്ഞെടുപ്പ് വന്ന് ഭൂരിപക്ഷം കിട്ടുന്ന ദിവസം തന്നെ വേണമെങ്കിൽ അവർക്ക് പ്രഖ്യാപിക്കാം. ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. കോൺഗ്രസിനെ സംബന്ധിച്ച് നിരവധി നേതാക്കൾ, കമ്പീറ്റന്റ് ആയിട്ടുള്ള നേതാക്കൾ ഏത് പോസ്റ്റിലേക്കാണെങ്കിലും, ഇപ്പൊ മുഖ്യമന്ത്രി പോസ്റ്റിലെ കാര്യം മാത്രമൊന്നുമല്ല, ഇപ്പൊ KPC പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടിയിട്ടാണെന്ന് ഓർക്കുക. KPC പ്രസിഡന്റിനെ മാറ്റാനാണെങ്കിൽ കമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരു 8 പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. 8ഓ 10ഓ പേരുടെ പേര് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ നേതൃത്വ ബാഹുല്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഇതിൻ്റെ അകത്തുള്ള ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും മാത്രം ചില ആളുകൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിനൊരു പോക്കേ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നവമാധ്യമങ്ങളിലൂടെ കോൺഗ്രസിനെ, കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ അഭിപ്രായം പറയുന്നവരെ മുഴുവൻ മോശമാക്കിക്കൊണ്ട് പല തരത്തിലുള്ള പല മോശമായ രീതിയിലുള്ള കമന്റുകൾ വരുന്നു. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അയ്യോ, ഞാൻ ഒരു പാവല്ല. പക്ഷേ ഏത് സമയത്താണ് AICC ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഇന്ന ആളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു? ഒരാളെയും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന്. മുഖ്യമന്ത്രി എപ്പോഴാണ് ഓരോ ചോദ്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോൾ, ഈ മനോരമയുടെ ചർച്ചയിൽ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളുടെയും ചർച്ചകളിൽ പലപ്പോഴായി ചോദിക്കുമ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കുറിച്ച് നേതാക്കന്മാരുൾപ്പെടെ പറഞ്ഞത് എന്താണ്? ബിരിയാണി പോലും ദഹിച്ചുപോയി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു രീതി കോൺഗ്രസിനില്ല എന്നല്ലേ എല്ലാ നേതാക്കന്മാരും പറഞ്ഞത്? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. CPM പോലും ഒരു കാര്യം ഞാൻ സമ്മതിക്കാം, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ജനദ്രോഹ പ്രവർത്തനങ്ങളുടെ ഫലമായി വലിയ ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടി. കോൺഗ്രസ് പ്രതീക്ഷയിലും അധികം ഭൂരിപക്ഷം പല മണ്ഡലങ്ങളിലും ലഭിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു. ടീം UDF എന്ന പേരിൽ പ്രവർത്തിച്ചു. എല്ലാവർക്കും അവരവരുടേതായ റോൾ ഉണ്ടായിരുന്നു. അതിനൊന്നും ഇല്ലേ? ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല, അദ്ദേഹം ക്യാമ്പയിൻ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ക്യാമ്പയിൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു ഉത്തരവാദിത്തമല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഉടനീളം ആദ്യാവസാനം മുഴുവൻ കാര്യങ്ങളുടെയും നേതൃത്വം അദ്ദേഹത്തിനായിരുന്നു, പ്രചരണത്തിന്റെ. ശ്രീ KC വേണുഗോപാൽ, അദ്ദേഹം ഈ 3 ആളുകളും, ഇപ്പൊ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇവരെല്ലാവരും മത്സരിക്കുന്ന സമയത്ത് അവരവരുടെ മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് പലപ്പോഴും പോകേണ്ട സാഹചര്യങ്ങൾ ഉള്ളപ്പോ ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇതെല്ലാം ഒരു കൂട്ടായ ഉത്തരവാദിത്വവും കൂട്ടായ ഡിസിഷൻസും കൂട്ടായ മൂവ്മെന്റുമാണ് ഇവിടെ നടന്നത്. അങ്ങനെ ഇരിക്കെ ഭൂരിപക്ഷം കിട്ടി വരുമ്പോൾ AICC-ക്കാണ് അത് എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് പ്രോസസ് അറിയുള്ളൂ. ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? അത് മാത്രമാണ് VD സതീശൻ എന്നാണ് താങ്കൾ പറയുന്നതിന്റെ രത്നച്ചുരുക്കം. പാലം കടക്കോളം നാരായണ, പാലം കടന്ന കൂരായണ. നിങ്ങളാണ് ഈ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന റാഷിദ്. ഞാനിപ്പോ പറഞ്ഞ എന്താ, ഞാൻ 3 നേതാക്കന്മാരുടെ പേര് പറഞ്ഞു. 3 പേരും ഈ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരും ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചവരുമാണ്. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്.
അങ്ങനെ അല്ലാതെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ കയറി വേറൊരു സെന്റൻസ് ഉണ്ടാക്കി ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ. ചൂടാവാതെ നിനക്ക് കൊണ്ട മാധ്യമങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു എന്നൊക്കെ പറയാം. ഏതായാലും കോൺഗ്രസിനകത്ത് നിന്ന് തിരിയുന്ന തിരിപ്പുകളെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. ആ തിരിപ്പുകളിൽ ഒരു പിടികിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നു എന്നേ ഉള്ളൂ. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. ഞാൻ ശ്രീമതി നിഷ പുരുഷോത്തമൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വാദത്തിനൊപ്പമാണ്. അതായത് ആ ഒരു പേരിലേക്ക് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ പിന്നീട് കൂടുതൽ ചർച്ചകൾ നടത്തേണ്ടുന്ന കാര്യമുണ്ടായിരുന്നില്ല. നമുക്കറിയാമല്ലോ, ഘട്ടം ഘട്ടമായിട്ട് നിരവധി ആൾക്കാരെ ഇപ്പൊ അവിടെ കൊണ്ടുപോയി അവരോടെല്ലാം തന്നെ ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഇത്രത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് 102 സീറ്റ് UDF കിട്ടിയതിനു ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് നമുക്ക് ആർക്കും തോന്നിയിരുന്നില്ല. ഇപ്പോ ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞപ്പോൾ എനിക്ക് കൗതുകരമായിട്ട് തോന്നിയ ഒരു കാര്യം, കോൺഗ്രസിന്റെ അഭിപ്രായം പറയുന്ന ആൾക്കാർ അതൊരു കൂട്ടായ തീരുമാനത്തിനെ പുറത്തേക്ക് എത്തിക്കുക മാത്രമാണ്, അതല്ലാതെ സ്വന്തം തീരുമാനം നടപ്പാക്കുകയല്ല, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയല്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം ശ്രീമതി ദീപ്തിയിൽ നിന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നതിനെക്കുറിച്ച് ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നതിനെ പറ്റി കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? താങ്കൾ പറഞ്ഞതനുസരിച്ച് ഓരോ നേതാവും പറയുന്നത് കോൺഗ്രസിന്റെ കൂട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പക്ഷെ ഞാൻ കേട്ടത് ഓരോരുത്തർ ഓരോന്ന് പറയുന്നതാണ്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചെന്നോണോ പറയരുത് ദിവസം. ഇപ്പൊ മാത്യു കുഴൽനാടനും MM ഹസനും പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്നാണ്. എന്നാൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നതോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതോ കേട്ടാൽ അങ്ങനെയല്ല തോന്നുന്നത്. ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ആ അഭിപ്രായം അവർ പറയുന്നത് ഘടകകക്ഷികൾക്ക് അഭിപ്രായം പറയാമെന്നാണ്. അപ്പൊ ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ കൂട്ടായ തീരുമാനം ആരാ പറയുന്നത്? സതീശൻ പറയണോ, അതോ രമേശ് ചെന്നിത്തല പറയണോ, അതോ KC വേണുഗോപാൽ പറയുന്നതാണോ ആ തീരുമാനം? ഏറ്റവും വോക്കലായിട്ട് ഏറ്റവും ശക്തമായിട്ട് ഈ ഒരു പോരാട്ടത്തിനെ മുന്നിൽ നിന്ന് നയിച്ച ആൾക്കാർക്ക്, അവർക്ക് പാർട്ടിക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്ന ബഹുജനങ്ങളുടെ ഇടയിലൊക്കെ കിട്ടിയിരിക്കുന്ന സ്വീകാര്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ശ്രീമതി ദീപ്തി തന്നെ ഇപ്പൊ പറഞ്ഞത്, ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു പാർട്ടിക്ക് ആ തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ പ്രഖ്യാപനം വേഗം നടത്താം എന്നാണ്. അത് ശരിയാണ്. കേരളത്തിൽ കോൺഗ്രസിന് അങ്ങനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇപ്പൊ ഉള്ള ഈ ഒരു റേസ് ഉണ്ടല്ലോ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള റേസ്, അത് ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ച് ശ്രീമതി ദീപ്തിക്ക് അറിയാമെങ്കിലും പറഞ്ഞില്ല. ഹൈക്കമാൻഡ് കൊണ്ടുവന്നിരുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു ശ്രീമതി ദീപ്തി. ആ നിയമം അനുസരിച്ച് നിലവിൽ MP-മാരായിട്ടുള്ള ആൾക്കാരും തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ MLA-മാരാകാൻ വേണ്ടിയിട്ട് മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു. സത്യത്തിൽ കോൺഗ്രസ് ഇപ്പോഴുള്ള ഈ ഒരു ആശയക്കുഴപ്പത്തിലേക്ക്, ഈ ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്, സംഘടനയെ പ്രതിസന്ധിയിലാക്കിയത് സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിന്റെ അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മോഹമാണ് എന്ന് കേരളത്തിൽ ഇനി അറിയാത്തതായിട്ട് ആരുമില്ല. അതായത് ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ആളിന് മാത്രം ഒരു പ്രത്യേക തരത്തിലുള്ള എക്സംഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗൂഢാലോചനയിൽ, ഞാൻ ഗൂഢാലോചന എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു ഗൂഢാലോചനയിൽ ഹൈക്കമാൻഡും ഒരു പാർട്ടിയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? കാരണം ഇവരോടാരും തന്നെ നേരിട്ട് ഇവിടെ VD സതീശനോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് KC വേണുഗോപാലോ പറഞ്ഞ് ഇവരുടെ ഈ മോഹം കെടുത്തിയതല്ല. മറിച്ച് ഇതിൽ പല ആൾക്കാരും ഡൽഹിയിൽ ചെന്ന് അവിടെ സംസാരിച്ച് അവിടെ നിന്ന് അവരെ പറഞ്ഞു വിട്ടതാണ്. നിനക്ക് മനസ്സിലായി? TV കണ്ടിട്ടുണ്ട്, അല്ല TV പലതും കാണും, അത് വന്ന് ഇവിടെ കണ്ടരുത്. അപ്പൊ ആ സമയത്ത് ഹൈക്കമാൻഡ് ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെട്ട ആൾക്കാരാണ് ഈ നിയമം എഴുതിയത്. എന്നിട്ട് ആ നിയമം എഴുതിയിരിക്കുന്ന ആളിന് വേണ്ടിയിട്ട് ആ നിയമത്തിനെ ഫ്ലെക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിനക്ക് എത്ര തന്തയുണ്ടടാ?